നീയും നടത്തുവാൻ ശക്തനാണ്. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരി ഞാൻ നിന്നെ ഉയർത്താമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ആരെല്ലാം എവിടെയെല്ലാം നിന്ന് വെല്ലുവിളി ഉയർത്തി നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കുടുംബത്തെയും തകർക്കും, നീ ആഗ്രഹിക്കുന്ന നന്മ കാണാൻ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് ആഭിചാരം ചെയ്തും വിളിച്ചു നേർച്ച നടത്തിയും ശുദ്ധപ്രയോഗങ്ങൾ ചെയ്തും ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞ് നീ ഭയപ്പെടരുത്. എന്റെ കർത്താവ് പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരനർത്ഥവും വന്നു ഭവിച്ച് നീ ലോകത്തിന് മുമ്പിൽ തകർന്നു പോകുവാൻ ഞാൻ നിന്നെ വിടത്തില്ല. ശത്രുവിന്റെ കാര്യത്തിൽ വിട്ടുകൊടുക്കുകയുമില്ല. വിശ്വാസത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ സങ്കടങ്ങളെ എന്നോട് പറയാൻ, നിന്റെ ആവശ്യങ്ങളെ അറിയിപ്പാൻ, എന്റെ സന്നിധിയിൽ മുഴങ്കാല് മടക്കുവാൻ നിനക്ക് മനസ്സാകുമെങ്കിൽ ഞാൻ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന് മാനിക്കും. ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും ആ ശത്രു നിന്നെ തകർക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം വരെയും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കുവാൻ മതിയായ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിപ്പാൻ നിന്നോട് കൂടെ വരും. വഴിയിൽ പതിയിരിക്കുന്ന ഒരു പതിയിരിപ്പ് ശക്തിയും നിന്നെ തകർക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനമാ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട് മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. നോക്ക്, ജനം പറയുകയാണ് ഞങ്ങൾ ഇവിടെ വെച്ച് മരിക്കുന്നത് നല്ലത്, ശത്രുവിന്റെ വാളിനാൽ ഞങ്ങൾ മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ജനമൊക്കെയും നിലവിളിച്ചു കരഞ്ഞു. എന്തുകൊണ്ടാണ് അവർ നിലവിളിച്ചത്? ദേശം കനാൻ നാട് ഒറ്റുനോക്കാൻ പോയവർ വന്ന് പറഞ്ഞ വാക്ക് കേട്ട്. സ്തോത്രം. എന്താണ് അവർ പറഞ്ഞത്? സംഖ്യാപുസ്തകം 13-ാം അധ്യായം 33. എന്താണ് ഉറ്റുനോക്കാൻ പോയത് വന്ന് പറഞ്ഞത്? അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെ കണ്ടു. അവരുടെ മുമ്പിൽ നമ്മൾ ഒരു വെട്ടിക്കിളികളെ പോലെ ചെറുതായിരുന്നു. സ്തോത്രം. മോശയോട് ആരാ പറഞ്ഞത് കനാൻ നാട് ഉറ്റുനോക്കാൻ പോകാൻ? സർവശക്തനായ ദൈവമാണ്. ആ ദൈവം പറഞ്ഞത് ആ ദേശം നിങ്ങൾക്ക് ഞാൻ തരുമെന്നാണ്. സ്തോത്രം. അവിടെയുള്ള ഫലത്തെ കുറിച്ച് പറയുന്നത് ഏറ്റവും മേത്തരമായതാ. മോശ അവരെ 12 പേരെ അയക്കുമ്പം, സ്തോത്രം, ഇങ്ങനെ പറയും, നിങ്ങൾ ആ ദേശം ഉറ്റുനോക്കിയിട്ട് അവിടെയുള്ള ഫലങ്ങളെ കൊണ്ടുവരണം. സ്തോത്രം. വചനം വായിച്ചാൽ അവിടെ കാണാൻ കഴിയും, ഒരാൾക്ക് എടുക്കാൻ ഒക്കാത്തതുപോലെ ഭാരമേറിയതും കുലച്ചു നിറഞ്ഞു കിടക്കുന്ന മുന്തിരിക്കൊലകളാ. അവർ ഒരാൾക്ക് എടുക്കാൻ വയ്യാത്തോണ്ട് 2 പേര് കമ്പ് കെട്ടിയിട്ട് അതിന് നടുക്ക് ആ മുന്തിരിക്കൊല തൂക്കിയിട്ട് തോളത്തെടുത്തോണ്ട് വന്നു. സ്വന്തം 10 പേരും പറഞ്ഞത് ഇങ്ങനെയാ, എല്ലാം നല്ലതാ, പക്ഷെ അവരെ ജയിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അത്ര തിറവും തികവും
ധനശാലികളും നമ്മളെക്കാൾ 10 ഇരട്ടി ഹൈറ്റും ഉള്ളവരാ. നമ്മൾ അവരുടെ മുമ്പിൽ ഒരു വെട്ടിക്കിളിക്ക് സമമേ ഉള്ളൂ. അവർ കരമൊന്ന് ഉയർത്തിയത് ആ കരത്തിന് വീണ് നമ്മൾ തകർന്നു പോകും. നമ്മളെ കൊണ്ട് പറ്റത്തില്ല യജമാനനെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനായ കർത്താവാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ 10 പേര് പറയുന്നല്ല നീ കേൾക്കാൻ പോകുന്നത്, ദൈവം പറഞ്ഞതാ നീ കേൾക്കാൻ പോകുന്നത്. സ്വന്തം ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവത്തെ മുറുകെ പറ്റാൻ, ദൈവത്തെ പിൻപറ്റാൻ നീ തയ്യാറാകുമെങ്കിൽ നീ നിന്റെ സന്തതി ലോകത്തൊരു പരസ്യക്കോലമാകത്തില്ല. തല കുനിച്ച് യാത്ര ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തല ഉയർത്തി നിന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറയും, എന്നെ ശക്തനാക്കുന്ന എന്റെ ദൈവത്താൽ ഞാൻ സകലത്തിലും മതിയായവനാ. അവൻ എന്നോട് ചില വാഗ്ദത്തം നിവർത്തി എന്നിൽ വെളിപ്പെടും കാലം വരെ ഞാൻ എന്റെ ദൈവത്തിന് മഹത്വമായി ജീവിക്കുന്നു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജനം പറഞ്ഞതും കേട്ടപ്പോൾ എല്ലാവരും വാവിട്ട് കരഞ്ഞു. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് ഇവരുടെ മുമ്പിൽ കൊല ചെയ്യാനായിരുന്നോ? ഇതിനേക്കാൾ നല്ലത് അവിടെ കിടക്കുന്നതായിരുന്നു. ഇല്ലെങ്കിൽ മടങ്ങിപ്പോയി ആ ഊഴിയവേല ചെയ്തുകൊണ്ട് കഴിയാം. പക്ഷേ നോക്ക്, പ്രാർത്ഥിക്കുന്ന സ്വന്തം ദൈവമുഖത്തേക്ക് നോക്കുന്ന യോശുവയും കാലേബും പറഞ്ഞതൊന്ന് കേൾക്കണേ. സ്വന്തം യജമാനനെ നമുക്ക് കഴിയത്തില്ല, പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ലോകം നിങ്ങൾക്കെതിരെ വിധി എഴുതട്ടെ, പിശാച് നിങ്ങൾക്കെതിരെ വാദിച്ച് എഴുന്നേറ്റ് വരട്ടെ, എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തട്ടെ, നിങ്ങൾ സേവിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു ശത്രു നിങ്ങളെ ജയിക്കത്തില്ല. യോശുവയും കാലേബും പറഞ്ഞതാ. സ്തോത്രം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തോട് കൂടെ നിൽക്കുന്നെങ്കിൽ, ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്നെങ്കിൽ, ഓ പ്രൈസ് ദി ലോർഡ്, ഈ നല്ല പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഇന്നുവരെയും നീ തകർന്നു പോകാതെ ഇരുന്നത് നിന്റെ മിടുക്കല്ല, നിന്റെ കഴിവല്ല, നിന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ പവറല്ല, നിന്റെ പണത്തിന്റെ ആ ബാഹുല്യതയല്ല, ദൈവത്തിന്റെ കരുണയാകുന്നേ നീ നിന്നത്. നിന്നെ നിർത്തിയത് ദൈവമാണ്. പത്രം ഒരുപക്ഷെ നിനക്ക് തോന്നാം, എന്റെ പണം കൊണ്ടാ ഞാൻ പിടിച്ചു നിന്നതെന്ന്. ഓ, എന്റെ കുടുംബത്തിന്റെ പ്രാഗൽഭ്യം, എന്റെ മഹത്വത്തിന്റെ ആ ബലമ അല്ല കുഞ്ഞെ, ദൈവത്തിന്റെ കരുണയാ. സ്വത്രം. ഒരു മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: പകൽക്കാലം പ്രഭാതത്തിൽ വിരിയുന്ന പൂവ് സന്ധ്യയെങ്കിൽ വാടി പോകുന്നത് പോലെയുള്ള മനുഷ്യന്റെ ആയുസ് അത് ക്ഷണനേരം കൊണ്ട് തീർന്നു പോകുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം നിന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. നിനക്കൊരു കുടുംബം തന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുക. നിനക്ക് മക്കളെ തന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുക. നിനക്ക് പാർക്കോർ ഭവനം തന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുക. 60, 70, 80, 100 വയസ്സ് വരെ നിൽക്കാൻ കൃപ തന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുക. എന്നിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുക. പിശാച് അലറുന്ന സിംഹം പോലെ ഏത് വിധത്തിലും നിന്നെ തകർക്കാൻ തക്കപ്പാർത്ത് അവൻ വാളകോരി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യോശുവയും കാലേബും പറഞ്ഞ് ശ്രദ്ധ വെച്ച് കേൾക്കണേ. അവർ അനാക്യമല്ലന്മാരെ നോക്കിയില്ല, അവരുടെ ബാഹുല്യത നോക്കിയില്ല. അവർ നോക്കിയത് സർവശക്തനായ ദൈവത്തെയാ. അവർ പറഞ്ഞത് എന്താ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നീ ദൈവത്തോട് കൂടെ നിന്നാൽ ദൈവം നിന്നോട് കൂടെ നിൽക്കും. ദൈവം പറയുന്നത് നീ കേട്ടാൽ നീ പറയുന്നത് ദൈവം കേൾക്കും. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഒരിക്കൽ ശിഷ്യന്മാര് യേശു കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞങ്ങളുടെ മക്കളെ വിട്ട്, ഞങ്ങളുടെ കുടുംബം വിട്ട്, ഞങ്ങളുടെ വള്ളവും വലയും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലും മോശയോട് ചോദിച്ച ചോദ്യമുണ്ട്: ഈ മരുഭൂമിയിൽ ഞങ്ങൾ എന്ത് തിന്നും? സ്വത്രം. ഉത്തരം പറയാൻ ബാധ്യസ്ഥരാ. സ്വത്രം. ചോദിച്ചതാരാ? ദൈവത്തിന്റെ സ്വന്തം ജനമാ. ആരോടാ ചോദിച്ചത്? ദൈവത്തോടാ ചോദിച്ചത്. ആരാ ഉത്തരം പറഞ്ഞത്? ദൈവത്തിന്റെ ദാസനാ ഉത്തരം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം മനുഷ്യരോടല്ല ചോദിക്കേണ്ടത്. നിന്നെ വിളിച്ചു വേർതിരിച്ച് തന്റെ രക്തം നൽകി വീണ്ടെടുത്ത ദൈവത്തോട് ചോദിക്കണം. വചനം പറയുന്നു, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാൻ
നീതിമാനുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നെന്ന്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ സകല മനുഷ്യരും ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകത്തിലെ മനുഷ്യൻ പറയുന്ന കോപ്രായങ്ങളോ പുറകെ പോയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവമുണ്ടോ എന്ന്. സ്വത്രം. ദൈവമുണ്ടോ എന്ന്. സ്വത്രം. ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. ദൈവമുണ്ടെങ്കിൽ എന്താ എനിക്ക് ഇങ്ങനെ വരുന്നത്? സ്വത്രം. കുഞ്ഞെ, ദൈവമുണ്ട്, പക്ഷെ നീ ദൈവത്തോട് കൂടെയില്ല. ദൈവമുണ്ട്, പക്ഷെ നീ ദൈവത്തോട് കൂടെയില്ല. ദൈവം തന്ന നന്മ മുഴുവനും നീ അനുഭവിച്ചിട്ട് നീ ലോകത്തിലേക്ക് വഴുതിപ്പോയി. അതുകൊണ്ട് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ ലോകത്തിന്റെ രോഗവും പാപവും ശാപവും നിന്നെ കടന്നു പിടിച്ച് ലോകത്തിന്റെ മുമ്പിൽ നീ ഒരു പരസ്യക്കോലമായി മാറി. അപ്പൊ പറയുക, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. സ്വത്തരം. കുഞ്ഞെ, ദൈവം ഉള്ളത് കൊണ്ടാ നീ മുടിഞ്ഞു പോകാതെ ഇന്നും ഭൂമിയുടെ ഉൾപ്പരപ്പിൽ ജീവനോടെ ഇരിക്കുന്നത്. എത്ര പേര് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് കണ്ടിട്ട് മദ്യപിച്ച് മതോന്മത്തരായി ശാപഗ്രസ്തരായി ഓടയിലും വീട്ടിലും പറമ്പിലും കിടക്കുന്നു. ഓ, നിന്റെ കൂട്ടാളി, നിന്റെ കുഞ്ഞുങ്ങൾ ഒരർത്ഥവും വരുത്താതെ ദൈവം ഇന്നുവരെ കാത്തു പരിപാലിച്ചത് മഹത്വം ദൈവത്തിന് കൊടുക്ക്. എത്രയോ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ജോലിയില്ലാതെ CV കൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറ് നടക്കുമ്പോൾ നിനക്ക് അന്നു വേണ്ടുന്ന ആഹാരം തന്ന് നിന്നെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറ. ദൈവം ചോദിച്ച ചോദ്യം ഇതാണ്, ദൈവത്തിന് മുഖം അന്വേഷിപ്പാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിന്നെ ആദരിക്കാം. Praise the Lord. ഈ നല്ല പകലിൽ, ഈ വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം, പാസ്റ്ററെ നോക്കിയാ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. സ്വത്രം. ഓ, വിശ്വാസിയെ നോക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. സ്വത്രം. നിങ്ങൾ നോക്കേണ്ടത് ദൈവത്തെയാ. സ്വത്രം. കർത്താവ് പറഞ്ഞു, എന്റെ മുഖം അന്വേഷിപ്പീരെന്ന. അങ്ങനെയാണെങ്കിൽ ദൈവമുഖം അന്വേഷിക്കുന്ന നിന്റെ മുഖം വാടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിന്റെ കണ്ണുനീര് കണ്ട് മറികടന്നിന്റെ ദൈവം പോകത്തില്ല. ഒരു പക്ഷേ നീ തനിച്ചായിരിക്കാം നിന്റെ വീട്ടിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാൻ വന്നത്. നിന്റെ കുഞ്ഞ് മാത്രമായിരിക്കാം ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് വന്നത്. കുഞ്ഞ്, നീ അനാഥനല്ല. സ്വർഗം നിന്റെ കൂടെയുണ്ട്. കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാകും. നിന്നെ മാറ്റി നിർത്തി നിന്നെ ഒറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ കർത്താവ് പറഞ്ഞ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ലോകം നിന്നോട് കൂടെ ഉണ്ടാവും. സ്വർഗം നിനക്ക് താങ്ങും തണലുമായി നിൽക്കും. Praise the Lord. ഈ നല്ല പ്രഭാതത്തിൽ നോക്ക്, യോശുവയും കാലേബും പറയാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ദേശത്തെ നമുക്ക് പിടിച്ചടക്കാം. സ്വത്രം. മത്സരിക്കാതെ. ആരോട്? ദൈവത്തോട്. സ്വത്രം. മത്സരിക്കാതെ, ദേശത്തെ ജനത്തെ ഭയപ്പെടാതെ ദൈവത്തോട് ഇണങ്ങി നിൽക്കണം. സ്വത്രം. ദേശത്തുള്ളവർ എത്ര ശക്തന്മാരായിക്കൊള്ളട്ടെ, എത്ര യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവരായിക്കൊള്ളട്ടെ, പക്ഷെ നിന്നോട് കൂടെയുള്ളവനെ, ഓ സ്വർഗത്തിലുള്ളവനാ. സ്വത്രം. അവൻ നിന്നോട് കൂടെയുള്ളവനാ. അവൻ വലിയവനാ. അവനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ലെങ്കിൽ കുഞ്ഞേ, നിന്നെയും പരാജയപ്പെടുത്തുവാൻ ഒരു പിശാചിനും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല, അനുവദിക്കത്തുമില്ല. നീ ഒരു അനുഗ്രഹമാ. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗീയ അനുഗ്രഹത്താൽ അഭിഷേകത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ ആ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമുള്ളല്ലോ, അത് കുറഞ്ഞു പോകരുത്. ഒരു പോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ ദൈവത്തെ ആരാധിക്കുന്നതിന് സ്വർഗം ഇറങ്ങും. നിന്റെ കണ്ണുനീരിന് മറുപടി തരും. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വെളിപ്പെട്ട് വരും. നിന്റെ സന്തതി ഭൂമിയെ അവകാശമാക്കും. ഈ നല്ല പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓ എല്ലാവരും മാറിപ്പോയാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കെന്ന് പറഞ്ഞ കർത്താവിനോട് കൂടെ നില്ലു കുഞ്ഞ്. നീ ഒരു അനുഗ്രഹമാകും. നമുക്ക് ഹൃദയനുറുക്കത്തോടെ ദൈവത്തിൽ വിശ്വസിക്ക്. യെശയ്യാ 58:12 പറയുന്നത് ഇങ്ങനെയാണ്. സ്വത്രം. എടുത്ത് വായിക്ക്. സ്വത്രം. നിന്റെ സന്തതി. സ്വത്രം. ദൈവ പൈതലേ, കണ്ണുനീരിൽ നീ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ തലമുറയെ മറന്നു കളയല്ലേ, എന്റെ കൂട്ടാളിയെ മറന്നു കളയല്ലേ, എന്റെ പ്രാർത്ഥന തള്ളിക്കളയല്ലേ, എനിക്ക് വേണ്ടി നീ ഒന്ന് ഇറങ്ങി വരണമെന്ന് നീ പറഞ്ഞില്ലേ. പല രാത്രികളെ പകലുകളാക്കി നീ പ്രാർത്ഥിച്ചില്ലേ. പലപ്പോഴും മറുപടി വരാതെ ഇരുന്നിട്ടും നീ പ്രാർത്ഥന കുറയ്ക്കാതെ നീ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കിയില്ലേ. ആ നോക്കിയ ദൈവം നിന്റെ മുഖത്തെ ആദരിച്ചിട്ട് നിന്നോട് പറയുക, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുമോ. അടുത്തേ, തലമുറ തലമുറയായി സ്വത്രം ശത്രു തകർത്ത്. സ്വത്രം. നീ ഇനി ഒരിക്കലും അവിടെ ഗതി പിടിക്കത്തില്ല. ആ
വേഷക്കാര് നിന്നെ തകർത്തെങ്കിൽ ഇനി നീ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് പറയുകയാണ്, തകർന്നു കിടക്കുന്നതിന് ഞാൻ പണിതെടുക്കുമെന്ന്. സ്വത്രം. ഒന്ന് ചിന്തിക്കണേ, ആർക്കും വേണ്ടാതെ, ഒന്നിനും കൊള്ളാതെ, ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് കൂടപ്പുറപ്പുകൾ, കൂട്ടാളിയൊക്കെ മാറ്റി നിർത്തിയ കാലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇന്ന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ മാറ്റി നിർത്തിയെങ്കിലും ദൈവം അവരെ ഉയർത്തി. സ്വത്രം. പലരും വീണ വഴിയിലാ നമ്മൾ നിൽക്കുന്നത്, പക്ഷേ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാ. സ്വത്രം. ആ കൃപ നമ്മുടെ കൂടെയുള്ള കാലം ഏത് പിശാച് തള്ളിയാലും, ഏത് രോഗം കടന്നു പിടിക്കാൻ വന്നാലും അതിനൊന്നും വിട്ടുകൊടുക്കത്തില്ല സ്വർഗത്തിലെ ദൈവം. നീ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയിലാണ്. സ്വത്രം. പറയാണ്, തകർന്നു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. നിന്റെ സന്തതിയല്ല, നീ കെട്ടിപ്പൊക്കും. സ്വത്രം. നിന്റെ സന്തതി നിനക്ക് താങ്ങും തണലുമായി കൂടെ നിൽക്കും. നീ ആഗ്രഹിക്കുന്നത് നിന്റെ സന്തതിയിൽ നീ നിവർത്തിച്ചു കാണും. സ്വത്രം. വ്യക്തമായി പഠിക്കണേ. ദാവീദ് തന്റെ ജീവിതത്തിൽ തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച സ്ഥാനത്ത് സ്വർഗം ഒരു ശലോമോനെ കൊടുത്തെങ്കിൽ, ആരെ കൊടുത്തു? ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുന്ന, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ, ഏറ്റവും ബുദ്ധിശാലി, ഏറ്റവും സൗന്ദര്യമുള്ളവൻ, ഏറ്റവും കഴിവുള്ളവൻ. സ്വത്രം. സകലത്തിലെ മൂർത്തിഭാവം എന്ന് പറയാൻ മനുഷ്യരുടെ ഉള്ള ഒരേ ഒരു വ്യക്തി, ഇന്നും ലോകം ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, ലോകം കാണുന്ന ജ്ഞാനികൾ, ജ്ഞാനി എന്ന് പറഞ്ഞ ശലോമോൻ. അതാരുടെ മകനാണെന്നറിയാമോ? കണ്ണുനീരോടെ വിതച്ച ദാവീദിന്റെ മകനാ. സ്വത്രം. കുഞ്ഞേ, നിന്റെ തലമുറയെ നോക്കി പലരും കുറ്റം പറയുന്നുണ്ട്. അവന് കഴിവില്ല, അവന് സൗന്ദര്യമില്ല, അവന് വിദ്യാഭ്യാസമില്ല, അവന് സ്നേഹിതരില്ല, അവനെ കൈപിടിച്ചുകൊണ്ടുവാൻ ആരുമില്ല, അവൻ തനിച്ചാണ്, അവനൊരു ഭോഷനാണ്, അവനൊരു മണ്ടനാണ്. കുഞ്ഞെ, അത് കേട്ടിട്ട് നീ വിമർശപ്പെടല്ലേ, നീ കരയല്ലേ, നീ നിരാശപ്പെടല്ലേ. എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കുമെന്ന് പറ. ആ ദൈവം എന്റെ കൂട്ടാളി അനുഗ്രഹിക്കുന്നു പറ. ആ ദൈവം എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പറ. നിന്റെ അകത്തുനിന്ന് നിരാശയുടെ വാക്കല്ല വരേണ്ടത്, വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ വരണം. കാരണം എന്റെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. സ്വർഗത്തിന് മുമ്പുള്ള സകല അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരുമെന്ന. ആർക്ക്? ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവവചന പ്രകാരം ദൈവത്തെ പിൻപറ്റുന്ന നിനക്കും നിന്റെ മക്കൾക്കും. സ്വത്രം. അങ്ങനെയെങ്കിൽ നീ ആരാ? ദൈവത്തിന്റെ പൈതലാ, ദൈവത്തിന്റെ അംബാസഡറാ. സ്വത്രം. ദേശം നിന്റെ കാര്യത്തിലാ ദൈവം തന്നേക്കുന്നത്. നീ ആ ദേശത്തിന്റെ തല. നിന്റെ മുമ്പിൽ എല്ലാ തലയും കുനിയും. കുഞ്ഞെ, വ്യക്തമായി പറയാം, കർമ്മേലിന്റെ കൊടുപിടി നിൽക്കുന്ന ഏലിയാവ്, സ്വത്രം, ഒരൊറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. രാവിലെ മുതൽ ഉച്ചവരെ പ്രാർത്ഥിച്ച ബാലിന്റെ പ്രവാചകന്മാർ തല കുനിച്ച് നിൽക്കുമ്പോൾ ഏലിയാവ് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. ഇന്ന് പകൽക്കാലം ഉള്ളു തുറന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കണം. ഓർമ്മിപ്പിച്ചുണർത്തി നിന്റെ നടത്തി വിധങ്ങളിൽ കരുതിയ നന്മകളെ ഓർത്തിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴല്ലോ, അത് ഹൃദയത്തിന് അകത്തുനിന്ന് കൊടുക്കണം. നഷ്ടപ്പെട്ടു പോയത് ഓർത്തിട്ടല്ല, വരുവാനുള്ള ദൈവത്തിന്റെ മഹത്വം കണ്ടോണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏലിയാവ് കണ്ടത് എന്തുവാ? ദൈവത്തിന്റെ അത്ഭുതമാ. സ്വത്രം. ദൈവത്തിന്റെ അത്ഭുതമായി ഏലിയാവ് കണ്ടത്. എന്താ അത്ഭുതം? മഴ പെയ്യുന്നത്. 3.5 വർഷക്കാലം കൊടും ചൂടിനകത്ത് വെന്തുരുക ജനത്തിന്റെ മുമ്പിൽ സ്വർഗത്തുനിന്നൊരു മഴ വരുന്നതാ കണ്ടത്. സ്വത്രം. എന്നിട്ട് എന്താ ഏലിയാവ് പറഞ്ഞത്? ഞാൻ നിന്റെ ദാസൻ, നീ എന്റെ ദൈവം, നീ പറഞ്ഞ പ്രകാരം ഞാൻ ഇതൊക്കെ ചെയ്തു. ബാലിന്റെ പ്രവാചകന്മാരോ രാവിലെ മുതല് മന്ത്രം ചൊല്ലി, ശരീരം മുറിച്ച്, രക്തം ചൊരിഞ്ഞ്, സ്വത്രം, ഇറങ്ങി വാ ബാലെ, ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ശ്ലോകങ്ങൾ ചൊല്ലി. സ്വത്രം. നമ്മൾ കണ്ടിട്ടില്ലേ? മനുഷ്യന് കറക്കപ്പുറത്തി വരാതെ സ്വത്രം രാവിലെ പോലെ തുടങ്ങിയ രാത്രി ആയാലും തീരാത്തതുപോലെ നമ്മുടെ കാതുകളെ തകർക്കുന്ന നിലവാരത്തിൽ കേൾക്കുന്ന കേട്ടിട്ടില്ലേ? എന്താ കാര്യം? സ്വത്രം. എന്താ കാര്യം? അവർക്കറിയാം എത്ര പറഞ്ഞാലും ഞങ്ങൾ പറയുന്നത് നടക്കത്തില്ലെന്ന്,
പിന്നെ എങ്ങനെങ്കിലും നടത്തിയെടുക്കാൻ വേണ്ടി ആ വെടിയും പുകയും അതുപോലെ കതിനാ വെടിയും ഒക്കെ വെക്കുന്നത്, എന്നിട്ടും അനക്കൊന്നുമില്ല. പക്ഷേ ഹൃദയത്തിനകത്ത് നിന്ന് നിലവിളിയോടെ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ സ്വത്രം പർവ്വതങ്ങൾ കുലുങ്ങുമാറ്, രാജാവ് നടുങ്ങുമാറ്, ബാലിന്റെ പ്രവാചകന്മാർ പേടിക്കുമാറ്, സ്വർഗം ഇറങ്ങിയോടെ. കുഞ്ഞ്, നിന്റെ വില നിനക്കറിയാം. സ്വത്രം, നിന്റെ വില മുഴുലോകത്തെക്കാൾ വലുതാണ്. സ്വത്രം, നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ആ ദൈവം നിന്റെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നീ പറയുന്നത് സംഭവിക്കും. പക്ഷെ പറയാൻ ധൈര്യം വേണം. സ്വത്രം, പറയാൻ എന്ത് വേണം? ധൈര്യം വേണം. എന്ന് പറഞ്ഞാൽ ഒരു മടി കൂടാതെ. നീ വലിയ പ്രവാചകനായിരിക്കത്തില്ല, നീ വലിയ പാസ്റ്റർ ആയിരിക്കത്തില്ല, നീ വലിയ പ്രാർത്ഥനാവീരനായിരിക്കത്തില്ല, പക്ഷെ പറയുന്ന വാക്ക് കർത്താവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ പറയണം. അങ്ങനെ പറഞ്ഞാൽ നീ പറയുന്ന വാക്കിന്റെ മുമ്പിൽ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കും. പക്ഷെ അതിന് ശത്രു സമ്മതിക്കത്തില്ല. സ്വത്രം, ശത്രു സമ്മതിക്കത്തില്ല. അതിനാ ശത്രുവിന്റെ പരിപാടി. അകത്തോട്ട് കയറും, ലോകത്തെ ഒന്ന് കാണിക്കും, എന്നിട്ട് പറയും നീ ഇന്ന കുഴപ്പം പിടിച്ചവനാ, നീ ഇന്ന പ്രശ്നം നിന്റെ മുമ്പിലുണ്ട്, നീ പറഞ്ഞാലൊന്നും നടക്കത്തില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിശ്വാസിയുടെ സകല വിശ്വാസവും പോകും. പക്ഷെ കർമ്മേലിന്റെ കൊടുമുടി നിൽക്കുന്ന ഏലിയാവിന്റെ വിശ്വാസം പോയില്ല. അവിടെ ഏലിയാവിനെ ചുട്ടുകൂട്ടിയ മലയുടെ മണൽ എടുത്തെറിയാൻ കഴിവുള്ള ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരും മന്ത്രവാദികളും ശകുനവാദികളും എന്തിനു പറഞ്ഞു ഊരിപ്പിടിച്ച വാളുമായി രാജാവിന്റെ ഭടന്മാരും ആ നെറ്റിയും കൊടുത്ത് നിൽക്കുന്ന രാജാവും ഇപ്പോൾ അവിടെ മുമ്പിൽ ഒരു കൂസലുമില്ലാതെ ഏലിയാവ് പറഞ്ഞത് എന്താ കാര്യം? ഏലിയാവിനെ അവിടെ നിർത്തിയതേ ഏലിയാവിന്റെ മിടുക്കും കഴിവൊന്നുമല്ല, സർവശക്തനായ ദൈവമാണ്. ഈ പകലിൽ നീ ഇവിടെ വന്നതേ സ്വർഗം നിന്നെ കൊണ്ടുവന്നതാ. നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട് കുഞ്ഞേ. നിന്റെ തലമുറ ഒരിക്കലും ആഹാരം ഇരക്കത്തില്ല. നിന്റെ ഭർത്താവ് ഒരിക്കലും മറ്റുള്ളവർ തല കുരിക്കാൻ ദൈവം വിടത്തില്ല. പക്ഷെ എപ്പോഴെങ്കിലും നീ ആഹാരം ഇരക്കുന്നെങ്കിൽ, എപ്പോഴെങ്കിലും നിന്റെ തല കുരിയുന്നെങ്കിൽ കുഴപ്പം ദൈവത്തിന്റെ കയ്യിലല്ല, നിന്റെ കയ്യിലാണ്. ആ കുഴപ്പം ഒന്ന് പരിഹരിച്ചിട്ട് വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. 1 മുതൽ 10 വരെ പഠിച്ചതിന്റെ അപ്പന്റെ അമ്മയുടെ കയ്യിലെ പണത്തിന്റെ ആ ബാഹുല്യത അല്ല, നിന്റെ മിടുക്കൊന്നുമല്ല. 10ാം ക്ലാസ്സിൽ ഒന്ന് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, എന്തിനു പറയുന്നത് ദൈവത്തെ വേണ്ട. പിന്നെ എന്തോ വേണം? മൊബൈലും വേണം, ഒരു ബ്രോയും വേണം. ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ മേലോട്ട് വെച്ചിട്ട് മുടിയും താടിയും വെട്ടാതെ ഇങ്ങനെ കണ്ടാ നാ പോലും വെള്ളം കുടിക്കാത്ത നടക്കുന്ന പറയണമില്ല. ബ്രോ ബ്രോ പത്രം ഇതെവിടെ വന്നെന്നറിയാമോ? ദൈവത്തെ മറന്നപ്പോ വന്നതാ. നിന്റെ അപ്പനെ അമ്മയെ മറന്നപ്പോ വന്നതാ. സ്വത്രം. ഇപ്പൊ നിനക്ക് എന്തില്ല? ഒന്നുമില്ല, അത്രയും മാത്രം പറയുക. സ്വത്രം. ഒന്നുമില്ലാത്തോണ്ട് അപ്പന്റെ അമ്മയുടെ പണം ഓട്ടിച്ചെടുത്ത് കള്ളത്തരങ്ങൾ പറഞ്ഞ് കൊണ്ടു നടന്ന് കേസും വഴക്കും പുക്കാറും മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ച് അവസാനം വീട്ടിൽ വന്ന് കാശില്ലാതെ വന്നിട്ട് പഠിത്തവും കളഞ്ഞിട്ട് വരുന്നുണ്ട് ചോദിക്കുന്നത് ദൈവമുണ്ടോ? എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പേ, ദൈവം ഉള്ളത് കൊണ്ടാണ് നീ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ വല്ലൊരു കത്തിത്തൂപ്പിനകത്ത് കയറി നീ തൊലഞ്ഞു പോകരുത്. പത്രം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ വരുമായിരുന്നോ പാസ്റ്ററെ? എവിടെ മോനെ ദൈവം ഉണ്ടറാ, അതുകൊണ്ടാണ് ഞാൻ നീ ഇപ്പൊ നിൽക്കുന്ന നീ എന്നെ വിളിച്ചത്. സ്വത്രം. മനസ്സിലായില്ല? സ്വത്രം. മോനെ ദൈവം ഉണ്ടായിട്ടാ നീ ഇപ്പൊ എന്നെ വിളിച്ചത്. നിന്റെ അകത്തെ ഭയം ഒന്ന് മാറട്ടെ ആദ്യം. സർവശക്തനായ ദൈവം നിനക്കൊണ്ട് പ്രവർത്തിപ്പാൻ എപ്പോഴും മനസ്സുണ്ട്. നിന്റെ അപ്പന്റെ കണ്ണുനീര്, നിന്റെ അമ്മയുടെ കണ്ണുനീരാ നിന്നെ ഈ വിളിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാം കളഞ്ഞിട്ട് ദൈവസന്നിധി ഒന്ന് വിശ്വസിക്ക്. ഞാൻ പ്രാർത്ഥിക്കാൻ നിനക്കൊണ്ട് ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ദൈവം നിന്നെ അടിക്കും എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അടിക്കാതിരിക്കാനുള്ള വഴി നോക്കിക്കോണം. സ്വത്രം. ദൈവം അടിച്ച ഒരു പ്രവാചകനും പിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല കേട്ടോ.
ദൈവം നിന്നെ അടിച്ച ആര് പ്രാർത്ഥിച്ചാലും നിനക്ക് രക്ഷ വേണത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കരത്തിൽ വീഴുന്നത് ഭയങ്കരമാണ്. അതുകൊണ്ട് വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. നിൽക്കണം, ദൈവസന്നിധി നിൽക്കണം. വീണാൽ നിന്റെ കാര്യം പോക്കാം. സ്വത്രം വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവം നിന്നെ വിളിച്ചെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ ചുമക്കുന്ന പുസ്തകം ദൈവത്തിന്റെ പുസ്തകമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ ആരാധിക്കുന്നത് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിലാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, കുഞ്ഞെ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതും. നീ തോറ്റു പോകുവാൻ, നിന്റെ കൂടെ പുറപ്പെടൽ തലകുനിക്കുവാൻ അവരിൽ കുറഞ്ഞു പോകുന്ന ദൈവം അനുവദിക്കത്തില്ല. അവരെ തലയാക്കി സ്വർഗ്ഗം തന്നെ ഉയർത്തി മാനിക്കും. ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ എല്ലാ സഹോദരനും കൂടെ ചേർന്ന് അടിച്ചു കൊന്നെടുത്ത് പൊട്ടക്കിണറ്റി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞൊരു വാക്ക് കേൾക്കണേ, നീ ഇവിടെ നിന്ന് കയറി വന്നെങ്കിലല്ലേ രാജാവാകത്തുള്ളൂ. എന്തുവാ നീ പറഞ്ഞത്? ഞങ്ങളും നിന്റെ അപ്പനും അമ്മയും നിന്നെ നമസ്കരിക്കുമെന്നോ? സ്വത്രം. ഇനി അപ്പനും കൂടെ ഒരു കാര്യം പറഞ്ഞു, സ്വത്രം, നിന്റെ അഹങ്കാരവും നെഹളവും മാറ്റി വെച്ചോണം. സ്വത്രം. നീ ഞങ്ങളുടെ രാജാവാകുമോ? മണ്ടത്തരം മോശത്തരം പറയാതെ നിർത്തണ. ബാലനല്ലേ, കൂടുതൽ പറയാൻ പറ്റുമോ? മിണ്ടാതിരുന്ന് എന്റെ മാവ പറയുവാണ്, ഞാൻ പൊട്ടി കരഞ്ഞു കാണും. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്തോ ഇന്നലെ രാത്രി കണ്ടൊരു സ്വപ്നം പറഞ്ഞതാ. അത് നല്ലതായതുകൊണ്ട് പറഞ്ഞതാ. അതിന്റെ വ്യാഖ്യാനമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ട ദുഃഖം ചെറുതല്ല. സ്വത്രം. ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലൊക്കെ തന്നെ ബന്ധപ്പെടുന്നു. അത് വൈകാലും വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ഹബക്കൂക്ക് 2:3 ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറഞ്ഞത്. അങ്ങനെ ആ ദർശനം തന്ന ദൈവത്തെ മുറുകെ പിടിക്കണം. സ്വത്രം. യോസഫ് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ അപ്പൻ മറന്നു, എന്റെ അമ്മ മറന്നു, എങ്കിലും യഹോവ എന്നെ മറന്നില്ല, അവൻ എന്നെ ചേർത്തു. പ്രൈസ് ദി ലോർഡ്. കാലേബ് വേറൊരു സ്വഭാവമുള്ളവനായിരുന്നു. സ്വത്രം. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യോശുവ ദൈവത്തിൽ വിശ്വസിച്ചവനായിരുന്നു. 10 പേരും കുറ്റം പറഞ്ഞ് മാറി പോയപ്പോൾ കാലേബ് യോശുവ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തോട് കൂടെ നിന്നാൽ ആ ദേശം നമുക്ക് പിടിച്ചടക്കാം. സ്വത്രം. യെശയ്യാ 45:2-3 ഒന്ന് വായിച്ചേ. യെശയ്യാ 45:2-3 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് മുൻപായി സ്വത്രം. നീ ദൈവത്തോട് കൂടെ നിന്നാൽ, സ്വത്രം, നീ ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ, നീ ദൈവത്തെ പിൻപറ്റിയാൽ, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചാൽ, നിന്നെ വിളിച്ച ദൈവമാണെന്ന് ഉറപ്പായിരുന്നാൽ, സ്വത്രം, ഞാൻ നിനക്ക് മുമ്പായി പോകും. സ്വത്രം. സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം പറയുക, നിനക്കുള്ള മുമ്പിൽ, നിന്റെ മുമ്പിൽ പിശാചുണ്ട്. അവൻ നിന്നെ വഴിയിൽ തകർക്കുവാൻ കാത്തു നിൽക്കുക. നീ ഇങ്ങോട്ട് വാ, ഇപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് അന്ന് ഗോലിയാത്ത് വിളിച്ചതുപോലെ പിശാച് വഴിയിൽ നിന്ന് വിളിക്കുക. പക്ഷേ പതറി നിൽക്കാതെ, ഭയന്ന് നിൽക്കാതെ നീ മുമ്പോട്ട് പൊക്കോ. സ്വത്രം. എന്താ കാര്യം? സൈന്യങ്ങളുടെ യഹോവ നിന്റെ മുൻപേ നായകനായിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് പറ. സ്വത്രം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് നായകനായി മുൻപിലുള്ളിടത്തോളം കാലം ശത്രു നിന്നെ തോടത്തില്ല. സ്വത്രം. അവന്റെ തന്ത്രമൊന്നും നിനക്ക് ഫലിക്കത്തില്ല. നീ ജയിക്കും. നിന്റെ സന്തതി രാജ്യങ്ങളെ അവകാശമാക്കും. നീ ഒരു അനുഗ്രഹമാണ്. സ്വത്രം. വായിച്ചോളെ. ദുർഘടങ്ങളെ നിരപ്പാക്കുകയും. സ്വത്രം. ദുർഘടങ്ങളെ നിനക്ക് മുമ്പേ പോയി നിന്റെ മുൻപിലുള്ള ദുർഘടങ്ങളെ, പ്രതികൂലങ്ങളെ മാറ്റും. താമ്രവാതിലുകളെ തകർത്ത് നിന്നെ വിടാതെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ആ വാതിലുകളെ ദൈവം തകർക്കും. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കും, കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു.
നിന്നെ പേർ ചൊല്ലി വിളിച്ചത്. സ്വത്രം ഉപദേശി അല്ലെന്ന് തിരിച്ചറിയണം കേട്ടോ. സ്വത്രം ഉപദേശി അല്ല നിന്നെ വിളിച്ചത്. നീ വന്നത് ഉപദേശിയെ കണ്ടോണ്ടല്ല. അങ്ങനെ ഉപദേശിയെ കണ്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉപദേശി നിന്നെ തള്ളിക്കളയും. മാത്രം നീ ദൈവത്തെ കണ്ടോണ്ടാ വന്നതെങ്കിൽ, ദൈവശബ്ദം കേട്ടോണ്ടാ ഇറങ്ങി തിരിച്ചെങ്കിൽ നിന്നെ ആദ്യത്തോടെ ദൈവം നടത്തും. കിടത്തുമെന്നല്ല കേട്ടോ. എന്ത്? ദൈവം കിടത്തും എന്നല്ല പറഞ്ഞത്, നടത്തുമെന്നാ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഈ നടത്തുമെന്നോ കിടത്തുന്നോ എന്തോ പറഞ്ഞതുപോലും അറിയാതെ ഇങ്ങനെ അന്ധകാരത്തിൽ കിടന്ന് തപ്പി തടയും. നിന്നെ കർത്താവ് പറഞ്ഞ് കിടത്തുമെന്നല്ല കേട്ടോ, അന്ത്യത്തോളം നിന്നെ നടത്തും. വായിച്ചോ. ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, സ്വത്രം ഇരുട്ടിലെ നിക്ഷേപങ്ങളെ ഞാൻ നിനക്ക് തരും. മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. മറവിടങ്ങളിൽ നിന്റെ അവകാശത്തെ മറച്ചു വെച്ച് നിനക്ക് തരത്തില്ല. നിന്റെ സന്തതി നന്മ കാണാൻ സമ്മതിക്കത്തില്ല. നിന്റെ ഭവനത്തിനകത്ത് തീ പുകയാൻ അനുവദിക്കത്തില്ല. നിന്റെ ശരീരാത്മതകളെ രോഗത്തിന് അടിമയാക്കി നിന്നെ ഞാൻ ശാപത്തിൽ കൊണ്ടിട്ട് ദൈവത്തെ ദുഷിപ്പിക്കേണ്ടത് നിന്റെ നാവിൽ ഞാൻ നിന്നെ എടുത്ത് ഉപയോഗിക്കും. പിശാച് പറയുക, പക്ഷെ കർത്താവ് പറയുകയാണ്, ഇരുട്ടിലെ നിക്ഷേപങ്ങളെ, മറവിടങ്ങളെ, ഗുപ്തനിധികളെ ഞാൻ നിനക്ക് തന്നിട്ട് നിന്നെ കൊണ്ട് ദൈവത്തെ സ്തുതിപ്പിക്കും. സ്തോത്രം. നീ കാണാത്തത് ഞാൻ നിന്റെ കരത്തിൽ തന്നിട്ട് നിന്റെ നാവിൽ നിന്ന് സ്തുതി ഉയരേണ്ടതിന് ഞാൻ നിന്നെ എന്റെ കരത്തിൽ ഉപയോഗിക്കുന്നു. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പിൻപറ്റുന്ന ദൈവ പൈതലേ, തലമുറ തലമുറ തലമുറയായി ഞാൻ വിളിച്ചെങ്കിൽ ഞാൻ നിന്നെ വഴിയിലിട്ടു പോകത്തില്ല. സ്വന്തം ഞാൻ നിന്നെ വഴിയിലിട്ടു പോകത്തില്ല. നമുക്കൊരു ചിന്തയുണ്ടേ, ഓ എനിക്ക് ഇത്രേ കഴിവുള്ളൂ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ, ഇനി എന്നെ കൊണ്ട് ഒന്നും ഒക്കത്തില്ല, എന്റെ അറിവിതേ ഉള്ളൂ, ഇനി എന്നെ സഹായിക്കാൻ, എന്നെ കൈപിടിച്ചൊന്ന് കൊണ്ടുപോയി ആക്കാൻ ആരുമില്ല. കുഞ്ഞെ, ആരുമില്ലാത്തവർക്കാണ് കർത്താവ് കൂടെ നിൽക്കുന്നത്. പക്ഷെ സമ്മതിക്കണം, നീ ഉള്ളുകൊണ്ട് സമ്മതിക്കണം, കർത്താവേ എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ മാത്രമാണ് ഇന്ന് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നത്, ഇനിയും എന്നെ മറന്നു കളയല്ലേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. കണ്ണുനീര് വിതയ്ക്കുന്നവർ എന്ത് ചെയ്യുന്നു? പറഞ്ഞേ ആർപ്പോടെ പോയി. അപ്പൊ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. അങ്ങനെ സന്തോഷത്തോടെ നീ ദൈവത്തെ സ്തുതിക്കുമ്പം സ്വർഗം നിനക്ക് വേണ്ടി നിന്റെ അനുഗ്രഹങ്ങൾ അയക്കും. സ്വന്തം അങ്ങനെയാണെങ്കിൽ യോശുവയും കാലേബും പറഞ്ഞത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നാം ദൈവത്തോട് കൂടെ നിൽക്കുമെങ്കിൽ ആ ദേശം നമുക്ക് അവകാശമായി ലഭിക്കും. സ്വത്രം വായിച്ച സ്വത്രം അവിടെ പറയുകയാണ്, അവനോട് ഇണങ്ങി യഹോവയെ ഭയപ്പെട്ട് നിന്നാൽ നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി ഈ നല്ല പകൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് ഒന്നുവരെയും നീ കാണാത്ത പുതിയ നന്മകളുടെ ഉറവകൾ നിനക്ക് വേണ്ടി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നീ ചോദിച്ചില്ലേ ഈ നിന്ന എന്ന് മാറുമെന്ന്, ഈ രോഗത്തിന് എപ്പോ ശമനമുണ്ടാകുമെന്ന്, ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എവിടുന്ന് വരുമെന്ന്, എന്റെ കുഞ്ഞിന്റെ ജീവിതം എന്താകുമെന്ന്, എന്റെ കൂട്ടുകാരുടെ സാഹചര്യങ്ങൾ എപ്പോ മാറുമെന്ന്, എന്റെ ഭവനത്തിനകത്ത് ശൂന്യത എന്ന് നീങ്ങുമെന്ന് നീ പലവട്ടം ചോദിച്ചില്ലേ? നാളുകൾ എത്ര കടന്നുപോയി, കിട്ടിയില്ല എന്ന് നീ പറയുമ്പോൾ ഇന്ന് വരെ വന്നത് എങ്ങനെയാണെന്ന് ഓർക്കണം. നീ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ നോക്കണം. അധികാലത്ത് വരുന്ന പത്രം ഒന്ന് നോക്കണം. സ്വന്തം വീടിനടുത്ത്, സ്വന്തം ഗ്രാമത്തിൽ, സ്വന്തം പട്ടണത്തിൽ സ്വന്തം കുഞ്ഞിനെ ആറ്റിലേക്ക് വലിച്ചെറിയുന്നു, സ്വന്തം കുഞ്ഞിനെ പെരുവഴി കൊണ്ട് കളഞ്ഞിട്ട് കണ്ടവരോട് ഇറങ്ങിപ്പോകുന്നു, വീടിനകത്ത് സമാധാനം നഷ്ടപ്പെടുത്തി കള്ളും കഞ്ചാവും അടിച്ചിട്ട് വീടിനകത്ത് ഭാര്യയെ കുത്തുന്നു, ഭർത്താവിനെ കുത്തുന്നു, മക്കളെ അടിക്കുന്നു.
ഒടുവിൽ പരാതി മുഴുവനും ദൈവത്തിന്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞേ, നീ നിന്നത് ദൈവത്തിന്റെ കൃപയില്ല. സ്വന്തം ആ ദൈവം നിന്നോട് പറയുകയാണ്, മറ്റൊന്നിലും രക്ഷയില്ല. സ്വത്രം നിന്റെ അപ്പൻ നിന്നെ സഹായിക്കുന്നതിന് പരിധിയുണ്ട്, അമ്മ നിന്നെ സ്നേഹിക്കുന്നതിന് പരിമിതിയുണ്ട്, നിന്റെ കൂടപ്പുറപ്പുകൾ നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വഴിത്തലയ്ക്ക് വരെ ഉള്ളൂ. നിത്യതയോളം വരാമെന്ന് പറയുന്ന നിന്റെ കൂട്ടാളി പോലും മരണം വിട്ട് നിന്നെ വേർപിരിയും. പക്ഷേ എന്റെ സ്വർഗം പറഞ്ഞത് കേൾക്കണേ, ഒരു കാലം ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. കുറഞ്ഞു വന്ന് കാണുമ്പോൾ അടുക്കലേക്ക് കടന്നു വന്ന് ഞാൻ നിറച്ച് നിന്നെ അനുഗ്രഹിക്കാമെന്നാ പറഞ്ഞത്. നിറച്ച് നിന്നെ അനുഗ്രഹിക്കാമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്വത്തരം റോമർക്ക് ലേഖനം 12-2 പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഓരോ ദിവസവും ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞറിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി സ്വത്രം ദൈവത്തോട് കൂടെ വസിപ്പാൻ നീ തയ്യാറായാൽ, സ്വത്രം കർത്താവിന്റെ വചനത്തിലൂടെ കർത്താവ് പറയുകയാണ്, റോമർക്ക് ലേഖനം 8-1 ഇപ്പോൾ, ഇന്നലെ എന്നല്ല. സ്വത്രം എന്താ പറയുന്നത്? റോമർക്ക് ലേഖനം 8-1 ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ നന്നായി ഒന്ന് പറ. സ്വത്രം സന്തോഷത്തോടെ പറ. സ്വത്രം ക്രിസ്തു നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു ശിക്ഷയ്ക്കകത്ത് വീണ് നീ തകർന്നു പോകത്തില്ല. സകല നന്മകൾ നൽകി നിന്നെ രക്ഷിച്ച് ഉയർത്തി നിന്നെ നിന്ദിച്ചുകൊണ്ട് മാനിക്കും. പുസ്തകം 37-14 വായിക്കേ. സ്വത്രം 37-14 Praise the Lord. നിങ്ങൾ Praise the Lord. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, അത് സത്യത്തിന്റെ ആത്മാവാ, അത് നീതിയുടെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ആത്മാവാ, അത് ഭോഷ്ക് പറയുന്ന ആത്മാവല്ല. സ്വത്രം ദൈവം നിന്നോട് പറഞ്ഞാൽ അത് ദൈവം നിവർത്തിക്കും. പക്ഷെ എന്ത് ചെയ്യണം? നീ അനുസരിക്കണം ദൈവത്തെ. സ്വത്രം നീ അനുസരിക്കണം ദൈവത്തെ. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം നാം പഠിച്ചാലുണ്ടല്ലോ, അത് ചുമ്മാ വായിച്ച് കളയുന്ന ഒരു അനുഭവമാകരുത്. അത് കേട്ട് ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വസിച്ചിട്ട് ആമേൻ പറയണം. സ്വത്രം ഏലിയാവോട് ദൈവം ഒരു ദൂത് പറഞ്ഞു. സ്വത്രം അത് ചെറിയ ദൂതൊന്നുമല്ല, വലിയ ദൂതാണ്. സ്വത്രം ആ ദേശം വാഴുന്ന രാജാവിന്റെ അടുക്ക നീ ചെല്ലണം. എന്നിട്ട് പറയണം, നിന്റെ സ്വഭാവം ശരിയല്ല, നിന്റെ അകൃത്യം വലുതാ, ദൈവകോപം വരും, മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞില്ലെങ്കിൽ ദേശത്ത് ക്ഷാമമുണ്ടാകും. ആരാ? ഒരു സാധാരണ മനുഷ്യൻ. ആരോടാ? രാജ്യം വാഴുന്ന രാജാവിനോട്. ആര് പറഞ്ഞ പ്രകാരമാ? സർവശക്തനായ ദൈവം പറഞ്ഞ പ്രകാരം ചങ്കൂറ്റത്തോടെ ചെന്ന് നിൽക്കുക. സ്വത്രം ഏലിയാവിന് അറിയാം തന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരാൻ പോവുക, എങ്കിലും അവസാനത്തെ എന്നോട് ഒരു ദൂതം പറയാം. സ്വത്രം ഇത്രയും കാലം ഞാൻ ജീവിച്ചു, എന്നെ കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടായിരുന്നു, എനിക്കൊരു ഗുണം ഉണ്ടായില്ല. സ്വത്രം എന്നെ കൊണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കൊരു ഗുണം ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യാം. അതാ ഏലിയാവ് തീരുമാനിച്ചത്. സ്വത്രം പിന്നെ ആരെയും നോക്കിയില്ല, ആരോട് ആലോചന ചോദിച്ചില്ല. ദൈവം പറഞ്ഞത് പ്രകാരം അവൻ നേരെ അങ്ങ് കയറി ചെന്നു. ഞാൻ ഓർക്കുകയാണേ, ഈ കൊട്ടാരത്തിൽ അങ്ങനെ ചെല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം കൊട്ടാരത്തിന്റെ വാതിൽ രണ്ടുപേരും കുന്നുമാട്ട് നിൽപ്പുണ്ട്, അകത്ത് രാജാവിരിക്കുന്ന മുമ്പിൽ 2 കൂന്തം നിൽപ്പുണ്ട്. സ്വത്രം എന്തിനു പറയുന്നത്? പിന്നെ ഈ റഡാർ പോലെ
4 കുന്തമായിട്ട് 4 സൈഡിലും 4 അവന്മാരിപ്പോണ്ട്. ഇവരെ കണ്ണു വെട്ടിച്ച് ആരും അവിടെ ചെല്ലത്തില്ല, ചെല്ലാൻ പറ്റത്തുമില്ല. പിന്നെ ഏലിയാവ് എങ്ങനെയാ ചെന്നത്? സ്വത്രം. ഏലിയാവ് എങ്ങനെയാ ചെന്നത്? സ്വത്രം. പണ്ടേ ഒറ്റുനോക്കുകാരെ ഒരു വേശ്യാസ്ത്രീ സ്വത്രം മച്ചിന്റെ മണ്ടേ കയറ്റി ഒളിപ്പിച്ചു. സ്വത്രം. മച്ചിന്റെ മണ്ടേ കയറ്റി ഒളിപ്പിച്ചിട്ട് അവരെ പിടിച്ചുകൊണ്ട് വന്ന അവരോട് പറഞ്ഞ് അവര് മതിലിയാടി അപ്പുറത്ത് പോയി. അവരവിടെ അന്നത്തെ കിടന്ന് തപ്പി നടന്നിട്ട് കാണാതെ അവരും തിരിച്ചു പോയി. സ്വത്രം. ഇവര് കുന്തം കൊണ്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുമ്പോ ഏലിയാവ് ചങ്കുറ്റത്തോടെ കയറി പോയി. സ്വത്രം. ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ആഹാബ് രാജാവ് നോക്കിയപ്പോ ഒരുത്തൻ ചങ്കം വിരിച്ച് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആഹാബ് വട്ടം നോക്കി ഈ കുന്തം വിഴുങ്ങന്മാർക്ക് എവിടെ പോയിന്ന്. മാത്രം അവരും നോക്കി, ദേണ്ടാ ഞങ്ങളുടെ മുമ്പിൽ കൂടി ലീവ് പോയത്, ഇവനെ ആരാ അകത്ത് വിട്ടത്? മാത്രം അവന്മാരും അന്തം വിട്ട്. പക്ഷെ ഏലിയാവ് അന്തം വിട്ടില്ല. കാരണം ഏലിയാവിനെ നടത്തിയത് ദൈവത്തിന്റെ ആത്മാവ്. ദൈവ പൈതലേ, നിന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാ. നിന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാ. അതുകൊണ്ട് നീ പറയുന്നത് സംഭവിക്കും. വിശ്വസിക്കണം, വിശ്വസിക്കണം. ഓ, എന്റെ കുടുംബം ചെറുതാണ്, എനിക്കുള്ള കഴിവില്ല, എന്നേക്കാൾ ശ്രേഷ്ഠന്മാരുണ്ട്, ഞാനൊരു ബാലന. അങ്ങനെയൊക്കല്ലേ ദൈവം തെരഞ്ഞെടുത്തവരൊക്കെ പറഞ്ഞത്? നമ്മളും അതല്ലേ പറയുന്നത്? ഓ, എനിക്ക് ഭാഷ അത്രയും കൃപയൊന്നുമില്ല, നീ എന്തിനാ ഭാഷ നോക്കുന്നത്? ഓ, എനിക്ക് ആ പ്രവാചകൻ അത്രയും കഴിവില്ല, നീ എന്തിനാ പ്രവാചകനെ നോക്കുന്നത്? ഓ, എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയത്തുമില്ല, നീ എന്തിനാ പ്രാർത്ഥനയ്ക്ക് അറിയാമോ ഇല്ലെന്ന് തോന്നുന്നത്? നിന്റെ ഉള്ളു തുറന്ന് നീ പറയും, യേശപ്പാ എന്നെ രക്ഷിക്കണേ എന്നൊന്ന് പറയാൻ പറ്റുമോ? അതകത്തുനിന്ന് പറയണം, വിശ്വാസത്തോടെ പറയണം. സ്വത്രം. ആരെല്ലാം എവിടെയെല്ലാം നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റു വന്നാലും നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗീയ ദൂതന്മാർ നിനക്ക് കാവൽ നിൽക്കും. നിനക്കെതിരെ ചാടി വരുന്ന ശത്രുവിനെ തകർക്കാൻ നിന്റെ ഒറ്റ വാക്കിന് കഴിയും. മാറി പിശാചെന്ന് പറഞ്ഞു. നിന്റെ ശരീരാത്മതകൾ ബലഹീനമാണെങ്കിൽ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് യേശുനാഥ പിശാചെന്ന് പറഞ്ഞാൽ മതി, നിന്റെ ശരീരം ബലമാകും. നിന്നെ ബലഹീനനാക്കിയ ആ പിശാചിന്റെ രോഗം നിന്നെ വിട്ടു പോകും. അതിന് വിശ്വാസം വേണം, അത് ദൈവത്തിൽ വിശ്വസിക്കണം. സ്വത്രം നോക്ക്, ഏലിയാവ് ചെന്ന് പറഞ്ഞ വാക്ക് കേട്ട് ആഹാബ് കിടുങ്ങിപ്പോയി. സ്വത്രം. ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, സ്വത്രം, നിന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം സകലത്തിലും മതിയായ ദൈവത്തെയാ നീ സേവിക്കുന്നത്, നീ ആരാധിക്കുന്നത്. ആ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. ഈ നല്ല പകൽക്കാലം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം വ്യക്തമായി പറയട്ടെ. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി നീ കാണാത്ത ഒരു ദൈവ മഹത്വം നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ശത്രുക്കളുടെ മുമ്പിൽ ഒരുക്കി മാനിക്കുവാൻ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടലേ കുഞ്ഞെ, ഭ്രമിച്ചു നോക്കല്ലേ കുഞ്ഞെ. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ വെളിപ്പെടുവാൻ സമയമായിരിക്കുക. വിശുദ്ധ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. യോശുവയും കാലേബും പറഞ്ഞതുപോലെ സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പരാജയപ്പെടത്തില്ല. നിങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവം നിങ്ങൾക്ക് സ്വന്തമല്ലാത്ത ദേശത്ത് അവകാശികളാക്കി നിങ്ങളെ മാറ്റേണ്ടതിന് ദൈവത്തിന് ഒരു മഹത്വം കൊടുത്ത് വാഗ്ദത്ത നാടായ കനാൻ നാട് ഇസ്രായേൽ ജനത്തിന് സ്വന്തമാക്കി കൊടുത്ത ദൈവത്തിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ദാവീദ് പറയുകയാണ്, രക്ഷയുടെ പാനപാത്രമെടുത്ത് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും, നീ എനിക്ക് ഉത്തരമരുളും. രക്ഷയുടെ പാനപാത്രമെടുത്ത് അവൻ എനിക്ക് ചെയ്ത നന്മകൾക്ക്, എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നാട്ടിൽ എന്നെ കൊണ്ട് എത്തിച്ചെന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാനല്ലാതെ മറ്റൊന്നും എനിക്ക് കഴിയത്തില്ല. ദൈവമേ, മറന്നു കളയല്ലേ എന്ന് പറ, തള്ളിക്കളയലെന്ന് പറ.
നീയാണ് സകലത്തിനും സർവത്തിനും മതിയായ ദൈവം. നീ ഒഴികെ ഒരു നന്മയുമില്ലെന്ന് പറ. ഒരു പിശാചും തൊടാതെ, ഒരു അന്ധകാര ശക്തിയും ബന്ധിക്കാതെ, ഒരു ശാപത്തിനും അടിമയാകാതെ എന്നെ ഇന്നുവരെയും നിർത്തുവാൻ അവിടുത്തേക്ക് മനസ്സായല്ലോ ദൈവമേ. ഒരു അന്ധകാരത്തെയും കർത്താവേ, നീ അവിടുന്ന് കർത്താവേ വിട്ടുനിൽക്കില്ലല്ലോ കർത്താവേ. ഞാൻ ജയിച്ച് പുറത്തു വരുന്ന ദൈവമേ, നീയാണ് സകലത്തിനും മതിയായ ദൈവം എന്ന് പറ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയുവാൻ ആരുമില്ലെങ്കിൽ കുഞ്ഞെ, നീ സകലത്തിനും സർവത്തിനും മതിയായവനും മതിയായവളുവാ. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ ലോകത്തിനു മുമ്പാകെ വിളിച്ചു പറയും. എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ആ മതിയായ ദൈവത്തെ മുഴുവൻ മഹത്വത്തോടെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിന് മഹത്വം കരറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.